ഗൈസ് കണ്ടില്ല, ഇതൊരു കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എക്കോ മോഡിലാണ്, കുറച്ച് ഷോക്കാണ്. അപ്പം നേരെ നോർമൽ മോഡിലേക്ക് ചേഞ്ച് ആക്കി. അപ്പോൾ ഇതാണ് കുന്ന് കയറുമ്പോൾ ഈ ഒരു വേണ്ട അവസ്ഥ. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വണ്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഓല S1X ജനറേഷൻ 3 4 kW അപ്പോൾ ഈ ഓലയുടെ മോഡലായ ബേസ് മോഡലാണ് ഇത്. നമ്മുടെ ഈ ഒരു വണ്ടർ റിവ്യൂയിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു വണ്ടർ ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിന് വരുന്ന മുൻഭാഗത്തെ ലുക്കും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്കിൽ അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ് ഒരു വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് DRലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈഡിലൊക്കെ X എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വാഹനങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓല S1 Pro ആദ്യം വന്ന സീരീസിലൊക്കെ കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കീലെസ് വണ്ടികളായിരുന്നു, പാസ്വേഡും കാര്യങ്ങളൊക്കെ എറർ വരാൻ, അതേപോലെ സോഫ്റ്റ്വെയറിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലംസൊക്കെ ഈ ഒരു വണ്ടിയോട് കൂടി സോൾവ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് കീ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തും. ഇതാണ് കീ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാസ്വേഡ് എററും കാര്യങ്ങളൊന്നും വരാനുള്ള ഒരു പ്രശ്നമില്ല. അപ്പോൾ കീ ഇട്ട് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു 7 ഇഞ്ചസിൻ്റെ കമ്പനി ഡിസ്പ്ലേ ആണ്. അപ്പോൾ S1 Pro അതേപോലെ പ്രോ സീരീസിൽ, ഓലയുടെ പ്രോ സീരീസിൽ വരുന്ന പോലെ ആ ഒരു ഫുള്ളി ആക്സസ് ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളല്ല ഇതിൽ വരുന്നത്. ഒരു സാധാ സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഇൻഡിക്കേറ്റർ ബട്ടൻ്റെ നടുവിലായിട്ടൊരു ചെറിയ സ്വിച്ച് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടോ സ്വിച്ച് ചെയ്ത് ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു റിവേഴ്സ് ബട്ടൻ്റെ ക്രൂസ് കൺട്രോളിൻ്റെ ഈ ഒരു വണ്ടിക്ക്. അതേപോലെ തന്നെ മോഡിൻ്റെ ഒരു ബട്ടനാണ് M എന്നുള്ളത്. എക്കോ, നോർമൽ, സ്പോർട്സ് എന്നീ മൂന്ന് മോഡിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതിൻ്റെ താഴെ വരുന്നത് പവർ ഓൺ ആക്കാനുള്ള സ്വിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ 2 പോക്കറ്റ്സ് ഉണ്ട്, റൈറ്റും ലെഫ്റ്റും സൈഡിലായിട്ട്. നമുക്ക് വാച്ചോ അല്ലെങ്കിൽ പൈസ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ചെറിയ 2 ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മാറ്റ് കണ്ടില്ല, നല്ല ഫിനിഷിങ്ങുള്ള ഒരു മാറ്റാണ്. S1 എന്നുള്ള ഒരു ലോഗോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ളൊരു നല്ല വിടുത്ത് വരുന്ന നല്ല കുഷ്യനായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, ഉരുസി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ മുന്നേ ഓടിച്ചിറന്ന ഒരു റിവ്യൂ തരുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, അതായത് റിവർ ഇന്ത്യ എന്നുള്ള മോഡൽ. അപ്പോൾ അതിൽ വന്നിറന്ന് നമ്മൾ ആ സീറ്റ് ഫ്രണ്ടിലേക്ക് ഉരുസി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതൊന്നുമില്ല. ഇപ്പോൾ പില്ലിയന് വെക്കാനുള്ള ആ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സൈഡിലും X എന്നുള്ളൊരു ലോഗോം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി പിയാനോ ബ്ലാക്കാണ്. വണ്ടി കാണാൻ നല്ല ഉഗ്രൻ ലുക്കാണ്. അപ്പോൾ ഓലയിൽ ഏറെക്കുറെ എല്ലാവരുടെ കയ്യിലുള്ള ഒരു കളറാണ് ഈ ഒരു ബ്ലാക്ക് എന്നുള്ളത്. ഇപ്പോൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ആണ് ചെയ്യാന്നുള്ളൂ. എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടിയും കാര്യങ്ങളും ചോദിച്ചിട്ട് കയറില്ല, വാറണ്ടി പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ സൈഡിലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം LED ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതും LED ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ അടിയിലോട്ട് കുറച്ച് ഫൈബർ ഫിനിഷും കാര്യങ്ങളാണ് കൊടുത്തിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വീലിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീലാണ്. 12 ഇഞ്ചസിൻ്റെ അലവീലും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. വണ്ടി ടോട്ടലി കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. 1,24,000 29,000 വരെയൊക്കെയാണ് ഇതിൻ്റെ റോഡ് ഓൺ പ്രൈസ് വരുന്നത്, അതായത് ഓരോ വേരിയൻസിന്. അപ്പോൾ ഈ ഒരു വണ്ടി വാറണ്ടിയുടെ എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 1,30,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി നമുക്ക് റോഡ് ഓൺ പ്രൈസ് വരുന്നത് ഈ ഒരു വണ്ടിക്ക്. അത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. കാരണം പല വണ്ടികൾക്കും 1,60,000 1,70,000ഒക്കെയാണ് നല്ല സ്കൂട്ടേഴ്സിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ക്രൂസ് കൺട്രോൾ മോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. സാധാരണ ലക്ഷറി വണ്ടികളിലൊക്കെ വന്നിരുന്ന ആ ഒരു സംഭവം പോലെ നമ്മളെ ഒരു സ്കൂട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഹൈവേയിലൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്ത് ഒരു കയ്യിലൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു കൺട്രോളാണ്. അപ്പോൾ ആ ഒരു ക്രൂസ് കൺട്രോളിംഗ് മോഡ് വരെ ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ഈ ഒരു ഓല S1X ജനറേഷൻ 3 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി ഇതിന്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളെ കുറിച്ച് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഇപ്പോൾ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് വന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വിത്ത് സിംഗിൾ ABS ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ടോട്ടലി വരുന്നത് ബ്രേക്ക് ബൈ വയർ എന്നുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓലയുടെ S1X എന്നുള്ള ഈ ഒരു മോഡൽ ചാർജ് ചെയ്യാനായിട്ട് വരുന്നത് 6 മണിക്കൂറിൻ്റെ അടുത്താണ് ഫുൾ ചാർജിന് വരുന്നത്. അപ്പോൾ IDC റേഞ്ച് വരുന്നത് ഫുൾ ചാർജിൽ 242 കിലോമീറ്റർ വരെ പോകുന്നതാണ്. പക്ഷേ അത്രയൊന്നും റിയൽ റേഞ്ച് കിട്ടില്ല. റിയൽ റേഞ്ച് ഏകദേശം വരുന്നത് 160 കിലോമീറ്റർ വരെയാണ് എക്കോ മോഡിൽ പോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നോർമൽ മോഡായിട്ടുള്ള ആ ഒരു മോഡൽ ഏകദേശം 100-105 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക്
ഫുൾ ചാർജിൽ പോകാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും പവർ മോഡായ സ്പോർട്സ് മോഡിൽ ഈ ഒരു വാഹനം പോകുന്നത് ഏകദേശം 85-80 കിലോമീറ്റർ വരെയൊക്കെയാണ് ഫുൾ ചാർജിൽ ഈ ഒരു വാഹനം പോകുന്നത്. അപ്പോൾ ആദ്യം വന്നിരുന്ന പോലെ ആ മോഡലിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെയിനിലേക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ തന്നെ കുറേ ആൾക്കാർ, കാരണം ഇപ്പോൾ ആ ഒരു ചെയിൻ ഡ്രൈവ് ആവുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു തോതിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയിനിൽ മൂവ് ചെയ്യുന്ന ടൈമിലുണ്ട്. നമ്മളിതിന് മുന്നേ റിവ്യൂ ചെയ്ത് തരുന്ന ആ ഒരു റിവർ ഇന്ത്യ എന്നുള്ള ആ ഒരു കേരള ബ്രാൻഡിൽ ഇറങ്ങിയ ആ ഒരു വാഹനം ഭയങ്കര സ്മൂത്തായിരുന്നു. ഈ ഒരു വാഹനം സ്മൂത്താണ്, ബട്ട് ആ ഒരു ചെയിനിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും റിവർ ഇന്ത്യയിൽ വന്നായിരുന്നില്ല. ബട്ട് ഈ ഒരു വാഹനത്തിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ടൈമിൽ ചെറിയ തോതിലുള്ള ഒരു സൗണ്ട് വരുന്നുണ്ട്. ഒരു കീ എന്നുള്ള ചെയിന് റൗണ്ട് ചെയ്യണ സൗണ്ട് ഈ ഒരു വാഹനത്തിനുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് വ്യൂ, സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഇപ്പോൾ ലോങ് ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 100-150 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പോകാൻ പറ്റും. അതിലും കൂടുതൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ബാക്കിലെ ആ ഒരു ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തുള്ളത്. ഇപ്പോൾ ബാക്കിലെ ടോട്ടലി ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചാർജിങ്ങിൻ്റെ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വന്നുള്ളത്. അപ്പോൾ ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ഈ S1X എന്നുള്ള ലോഗോ കൊടുത്ത ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മളെ വണ്ടി ചാർജ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 6 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പുലർച്ചയൊക്കെ ആകുമ്പോഴേക്കിനും ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏകദേശം 160 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് എക്കോ മോഡിൽ പോകാൻ പറ്റും. അപ്പോൾ എക്കോ മോഡ് കുറച്ച് ശോകം പിടിച്ചൊരു മോഡ്, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റിയലായിട്ട് കിട്ടിയ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെയിന് വരുന്ന ഭാഗം അടിയിലോട്ട് കാണില്ല, ഇതിൻ്റെ ചെയിനൊക്കെ പുറത്തേക്ക് കാണാണ്ട് ഫുള്ളി കവേർഡാണ്, വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സീറ്റിനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇപ്പോൾ പില്ലിയണി ഇരിക്കുകയാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കാം. നമ്മൾ ഈ ഒരു വാഹനത്തിന് ഏകദേശം വരുന്നത് 34 ലിറ്റർ വരെ വരുന്നുണ്ട്, അതായത് ബൂട്ട് സ്പേസും കാര്യങ്ങളും. അപ്പോൾ ഏകദേശം 2 വലിയ ഒരു ഹെൽമെറ്റും കാര്യങ്ങളും ഇതിൽ കൊള്ളിക്കാൻ പറ്റും. അത്യാവശ്യം ലഗേജും കാര്യങ്ങളും ബാഗൊക്കെ സുഖസുന്ദരമായിട്ട് വെക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉള്ള ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇതൊരു അത്യാവശ്യ കാരണം നമുക്ക് ഒരു ബാഗ് വരെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൽ വെക്കാൻ പറ്റിയൊരു സ്പേസ് ഈ ഒരു വാഹനത്തിലുണ്ട്. അതേപോലെ തന്നെ 2 ഹെൽമെറ്റും ഇതിൽ അടിപൊളിയായിട്ട് ഇരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഹാൻഡ് ബാഗ്സ് ഒക്കെ കൊള്ളിക്കാനുള്ള സ്ഥലം ഈ ഒരു ബൂട്ട് സ്പേസിലുണ്ട്. അപ്പോൾ നല്ല വലിയ വിശാലമായൊരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. ലഗേജസും കാര്യമായിട്ട് സ്കൂട്ടേഴ്സ് നമ്മളെ കേരളത്തിലെ യൂസേഴ്സൊക്കെ എടുക്കുക, ലഗേജും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല കുഷ്യനുള്ളൊരു സീറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മൊത്തത്തിൽ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. ലുക്ക് അതേപോലെ തന്നെ വണ്ടി മേടിച്ച വിലക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ ഓല കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് വാഹനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റേഞ്ച് ഉണ്ട്. ഇപ്പോൾ റിവർ ഇന്ത്യ നല്ല വെയിറ്റുള്ളൊരു വാഹനമാണ്. അതേപോലെ തന്നെ ഇതിലും റൈഡിങ് കംഫോർട്ടുള്ളൊരു വാഹനമാണ് റിവർ ഇന്ത്യ. അപ്പോൾ ആ ഒരു വാഹനത്തിന് കുറച്ച് റേഞ്ച് കുറവാണ്. അതായത് ഇതൊരു 160 ഓടെങ്കിൽ ആ ഒരു വാഹനം 100-110 വരെയൊക്കെയാണ് എക്കോ മോഡിലൊക്കെ പോവുള്ളൂ. നമ്മൾ ഈ ഒരു ഓല S1X നല്ലൊരു ഡിസൈൻ ഉണ്ടോ, അതേപോലെ തന്നെ നല്ലപോലെ ഫിനിഷിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗട്ടറും കാര്യങ്ങളൊക്കെ ചാടിപ്പോകാനുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടിക്കുണ്ട്. അടി എവിടെ വരുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ റയർ മിററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിഷയമുള്ളൊരു റയർ മിററാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം വണ്ടി ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ വാഹനം സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കിയപ്പോൾ തന്നെ സ്റ്റാർട്ടാവും. അതിനുശേഷം നമുക്ക് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓണായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണോ മോഡ് ആ ഒരു മോഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നോർമൽ മോഡിലാണ് പോകുന്നത്. അപ്പോൾ നോർമൽ മോഡ് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൽ ഏറ്റവും ഓസമായിട്ടുള്ളൊരു ഗിയറാണ്. അതായത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ഈ ഒരു നോർമൽ മോഡിലാണ്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതും ഈ ഒരു മോഡിലായിരിക്കും. ഏകദേശം 71-73 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ ടോപ്പായിട്ട് ഈ ഒരു മോഡിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലും വരുന്നത് പോലെ തന്നെ 3 ഗിയർ മോഡ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ മോഡ് എന്നുള്ളത് എല്ലാ വാഹനത്തിലെയും പോലെ എക്കോ മോഡാണ്. എക്കോ മോഡ് പറയുമ്പോൾ പക്കായിട്ട് നമുക്ക് നല്ല റേഞ്ചും കാര്യങ്ങളും കിട്ടും. 160 വരെ റേഞ്ച് ഈ ഒരു വാഹനത്തിൽ കിട്ടും. അപ്പോൾ എക്കോ മോഡിലെ ഏറ്റവും ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 43 സ്പീഡ് വരെയൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു കുന്ന് കയറുക അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ഈ 43 സ്പീഡ് വരെ നമുക്ക് പോകാൻ പറ്റില്ല. പക്ക സ്റ്റേബിളായുള്ള സ്ട്രെയിറ്റ് ലൈനിലൊക്കെയാണ് നമുക്ക് ഏകദേശം 43 സ്പീഡിലൊക്കെ വരെ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കുന്ന് കയറുകയാണെങ്കിൽ അതൊരു 30-27 സ്പീഡിലൊക്കെ കയറുന്നതായിരിക്കും. അപ്പോൾ നമുക്കതൊരു ശോകം മോഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഞാനൊക്കെ ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഓടിക്കുകയാണെങ്കിൽ നോർമൽ മോഡിലാണ് ഇടാറ്. ഞാനെന്നല്ല, ഏറെക്കുറെ എല്ലാ വ്യക്തികളും ഇടുന്ന
ഒരു മോഡാണ് ഈ ഒരു നോർമൽ മോഡാകുമ്പോൾ കുറച്ച് റേഞ്ച് കുറയും. ഇപ്പോൾ 160 എന്നുള്ളതൊക്കെ ഒരു 140 ആ ഒരു റേഞ്ചൊക്കെ വരും. അതുമില്ല നമുക്ക് നല്ലൊരു സ്പീഡിൽ തന്നെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 71 കിലോമീറ്റർ സ്പീഡ് വരെ ഈ ഒരു നോർമൽ മോഡിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇതിൽ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഗിയറാണ് സ്പോർട്സ് മോഡ്. ആ ഒരു മോഡിലേക്ക് നമ്മൾ ലാസ്റ്റ് മോഡാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മോഡ്. അതാണ് ആ ഒരു മോഡിലിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡ്, നല്ല പെട്രോൾ വാഹനത്തിലൊക്കെ ഒരു 200 cc വരുന്ന വാഹനമൊക്കെ എടുത്ത് വലിച്ചു പോകണ ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടും. ഏകദേശം 100 കിലോമീറ്റർ സുഖസുന്ദരമായിട്ട് 105 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നൊരു മോഡാണ് ക്രൂസ് കൺട്രോൾ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് നമ്മൾ റിവറൻ്റ് ആ ഒരു വാഹനത്തിൽ നമ്മൾ മിസ് ചെയ്തൊരു കാര്യം ഈ ഒരു മോഡാണ്. അത് നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ബേസ് മോഡലായ അല്ലെങ്കിൽ ഒരു 1,25,500 രൂപ വരുന്ന ഈ ഒരു വാഹനത്തിന് ക്രൂസ് കൺട്രോൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വാഹനത്തിൽ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ആ ഒരു ക്രൂസ് കൺട്രോളിലാണ്. അപ്പോൾ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇടുകയാണെങ്കിൽ തന്നെ ഇതിന് അടിപൊളിയൊരു ക്രൂസ് കൺട്രോൾ, നമുക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും പറ്റില്ല മീൻസ് നല്ല സുരക്ഷിതമായൊരു ക്രൂസ് കൺട്രോളും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് വരുന്നത്. കാരണം നമ്മൾ ക്രൂസ് കൺട്രോളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആക്സിലേറ്ററിൽ കൈ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ക്രൂസ് കൺട്രോൾ ഓഫ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്യൂർ ആയിട്ടുള്ളൊരു ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ ബ്രേക്ക് ബൈ വയർ എന്നുള്ളൊരു സിസ്റ്റമാണ്. നമ്മൾ ഫുൾ ത്രോട്ടിൽ വിടുകയാണെങ്കിൽ ബൈക്ക് സ്ലോ ആയിരിക്കുന്നതായിരിക്കും. പ്രോ മോഡിൽ പോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഒരു വാഹനത്തിനില്ല. നോർമലായിട്ട് തന്നെയാണ് ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുക. അതായത് നമ്മൾ പ്രോ സ്കൂട്ടേഴ്സ്, അത് S1 പ്രോയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണെങ്കിൽ, ആക്സിലറേറ്ററിൽ നിന്ന് വിടുകയാണെങ്കിൽ തന്നെ സ്പീഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്ന ഒരു ലെവലുണ്ടാവും. പക്ഷേ ഈ ഒരു ബേസ് മോഡലിൽ ആ ഒരു സ്പീഡ് കൺട്രോളിങ് ഇല്ല എന്ന് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്പീഡ് കുറക്കുമ്പോൾ തന്നെ, അതായത് നമ്മളെ ബ്രേക്ക് ഓട്ടോമാറ്റിക് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീൽ തോന്നും. പക്ഷേ ആ ഒരു ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വെച്ചാൽ ലോ വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് പേഴ്സണിനും ഈ ഒരു വാഹനം ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വിമൻസിനാണെങ്കിലും എടുത്ത് പോകാൻ പറ്റിയ ഒരു വെയിറ്റ് തന്നെ ഈ വാഹനത്തുള്ളൂ. അപ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ പല ആൾക്കാർക്കും ഓവർ വെയിറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ താങ്ങാൻ പറ്റുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ ഒരു ഓല S1X എന്നുള്ള ഈ ഒരു മോഡൽ. പിന്നെ അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ റിവറൻ്റ് നമ്മൾ മുന്നേ റിവ്യൂ ചെയ്തിരുന്ന ആ റിവറൻ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അത്രമാത്രം റൈഡിങ് കംഫോർട്ടൊന്നും ഈ വാഹനത്തില്ല. പക്ഷേ ആ റിവറൻ്റിൽ ഫീൽ ചെയ്ത് തരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സീറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഫീല്, ആ ഒരു പ്രശ്നം ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തില്ല. നല്ലൊരു റൈഡിങ് പോസ്റ്ററാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് വാഹനം. നമുക്ക് ഏത് വഴി വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എക്കോ മോഡിൽ ഇട്ടിട്ട് നല്ല വലിയ കുന്നൊന്നും കയറ്റുമ്പോൾ കുറച്ച് ഷോക്കാണ്. അതായത് പതിയെ കയറുന്നുള്ളൂ. വണ്ടി കയറും, ചിലപ്പോൾ ഒരു 10-15 സ്പീഡിലൊക്കെയാണ് നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറുന്നുള്ളൂ. അപ്പോൾ പില്ലിയണും ഇരിക്കുകയാണെങ്കിൽ നല്ല ഷോക്കാണ്. അപ്പോൾ നമ്മൾ നേരെ നോർമൽ മോഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഹിൽ ഏരിയയിലൊക്കെ കുറച്ച് ഷോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പക്ക എയറോഡൈനാമിക് ആണ് ഈ ഒരു വാഹനം. വണ്ടിയുടെ ഷേപ്പ് പക്ക ഷേപ്പിംഗ് ആണ്. അതായത് എയറോഡൈനാമിക് കൂടുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ റൈഡിങ് ഫീലും അതേപോലെ തന്നെ ആ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പക്ക നല്ല ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കാലൊക്കെ, അതായത് കാലിന് ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലെഗ് റൂമും സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലഗേജ് ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ വണ്ടിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈസാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ചെറിയ ഗട്ടർ അതേപോലെ തന്നെ നമ്മളെ ഒരു ചെറിയ ഹമ്പും ചാടുമ്പോൾ വലിയ ഒരു എന്താ പറയുക എടുത്തിട്ട് കുലുക്കണ ഒരു ഫീലൊന്നും ഇല്ല. കുറച്ച് സ്റ്റിഫറാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ് ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റൈഡിങ് കംഫോർട്ടിന് ഈ ഒരു വാഹനം തരുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് വഴി വേണമെങ്കിലും എടുത്തു പോകാൻ പറ്റും. പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ളവർക്ക് അതേപോലെ തന്നെ വിമൻസിനൊക്കെ കൂടുതൽ കംഫോർട്ടും ഹാൻഡ്ലിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു വാഹനമായിരിക്കും ഈ ലൈറ്റ് വെയിറ്റ് വാഹനങ്ങൾ. ഇപ്പോൾ S1 പ്രോവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി അത്രമാത്രം പവർഫുള്ളാണ്. ബട്ട് ഞാൻ S1 പ്രോ ഓടിച്ചിട്ടുള്ളതാണ്. ബട്ട് ഈ ഒരു രണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പവർ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നിക്കില്ല. എന്നാലും S1 പ്രോ കൂടുതൽ പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടറും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്വിക്ക് മോഡലൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റർ ആയിരിക്കുക S1 പ്രോ തന്നെ ആയിരിക്കും. ബട്ട് ഈ ഒരു വാഹനം അത്രയും പവർഫുൾ
പവർഫുൾ അല്ല എന്നല്ല, കുഴപ്പമില്ലാത്ത അത്യാവശ്യം പെർഫോമൻസ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഈ ഒരു 3rd Gen എന്നുള്ള ഈ S1Xന്റെ ഗിയർ മോഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താ വെച്ചാൽ, എക്കോ മോഡാണെങ്കിൽ നമുക്ക് സാവധാനം നാല് പുറം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു ഗിയറാണ് എക്കോ മോഡ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അർജൻറ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ മോഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമൽ മോഡിലേക്കെങ്കിലും മിനിമം ഷിഫ്റ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ എക്കോ മോഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ റൈഡായിരിക്കും ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ്. കാരണം നമുക്ക് ഹിൽ ഏരിയ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക വളവും തിരിവും നല്ല കുത്തനുള്ള കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ എക്കോ മോഡ് ഒരിക്കലും കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ എക്കോ മോഡിൽ കുന്നൊന്നും അത്രമാത്രം കംഫർട്ടബിൾ റൈഡ് എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ നോർമൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് ഞാൻ റിവ്യൂ ചെയ്യാൻ വരുമ്പോൾ അത്യാവശ്യം നല്ല ചുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്കോ മോഡിലിട്ട് പോകുന്ന നേരത്ത് വണ്ടി പക്കാ സ്ലോ ആണ്. അതായത് ഒരു 17-18 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഈ ഒരു വാഹനം കയറി പോകുന്നത്. അതും പില്ലിയണ്ണ വെച്ചിട്ടാണ് കേട്ടോ. വണ്ടി കയറിപ്പോവും, സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. ബട്ട് കുത്തനെയുള്ള കയറ്റങ്ങൾ കുറച്ച് ശോകമാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ മോഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഇതിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30-40 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്പീഡിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ, അതായത് ഏകദേശം 160-150 കിലോമീറ്ററൊക്കെ നമുക്ക് ഇതിൽ ലോങ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഹൈവേ പിടിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോളൊക്കെ ഇട്ട് സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നോർമൽ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റൈഡിങ് കംഫോർട്ടോട് കൂടിയിട്ട് നമുക്ക് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയൊരു ഗിയറാണ്. നമുക്ക് അധികം ചടപ്പിക്കാത്തൊരു ഗിയറാണ് ഈ ഒരു നോർമൽ മോഡ് എന്നുള്ളത്. പിന്നെ ഇനീഷ്യൽ പിക്കപ്പും അതേപോലെ തന്നെ ആ പവർഫുള്ളും ഫാസ്റ്ററായിട്ടുള്ളൊരു ഗിയറാണ് നമ്മൾ ആ ഒരു സ്പോർട്സ് മോഡ്. അതിലിടുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ യഥാർത്ഥ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സ്പോർട്സിലേക്ക് ഇടണം. കുറച്ച് റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്കൊരു 10-30 കിലോമീറ്റർ കുറയും. അതായത് ഒരു 80 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ചാണ് ഫുൾ ചാർജിൽ കിട്ടുള്ളൂ നമുക്ക് ആ ഒരു സ്പോർട്സ് മോഡിൽ. ബട്ട് ആ ഒരു സ്പോർട്സ് മോഡ് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മോഡാണ്. പിന്നെ ഈ ഒരു ഫാസ്റ്റർ ക്വിക്കർ റെസ്പോൺസൊക്കെ ആ ഒരു മോഡ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കണൊക്കെ നോർമൽ മോഡിലാട്ടോ. അപ്പോൾ വണ്ടിക്ക് നോർമൽ മോഡിൽ തന്നെ നല്ല അത്യാവശ്യം റെസ്പോൺസും കാര്യങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഓവറോൾ പക്കയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. പക്ക ഷിഫ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ മാത്രം ഒന്ന് വിട്ടു കൊടുത്താൽ മതി, പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് പോകുന്ന ആ ഒരു ഫീല് കിട്ടും. ഫാസ്റ്ററാണ്, അതായത് ക്വിക്കറാണ്, പെട്ടെന്ന് എടുത്ത് പോവും. റെസ്പോൺസും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. അതായത് EV സ്കൂട്ടേഴ്സിലൊക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് ഫസ്റ്റ് ആ കൊടുക്കുന്ന ടൈമിൽ കുറച്ച് സ്ലോ ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് എടുത്ത് പോയി ആ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ കൺട്രോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ടേണിങ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് വെയിറ്റ് എളുപ്പമല്ലേ, നമ്മൾ ക്രൂസ് മോഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ 36 തന്നെ കൺട്രോൾ ചെയ്ത് പോകും. അപ്പം നമ്മൾ ഈ റോഡിനൊന്നും ഈ ഒരു ക്രൂസ് കൺട്രോളൊന്നും ആവശ്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയത്. കാരണം ഹൈവേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ ഇടുക. ഇതേപോലുള്ള ചെറിയ റോഡിലൊക്കെ ഇട്ടിട്ട് വളവിലൊക്കെ പോയിട്ട് ടേണിങ്ങിലൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക് കൺട്രോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. ക്രൂസ് കൺട്രോൾ അത്രമാത്രം ഡേഞ്ചർ അല്ല ഈ ഒരു വാഹനത്തിൽ. കാരണം വെച്ചാൽ നമ്മൾ ആക്സിലറേറ്ററോ അല്ലെങ്കിൽ ബ്രേക്കോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ടൈമിൽ തന്നെ നമ്മൾ ആ ക്രൂസ് കൺട്രോൾ ഓഫ് എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ക്രൂസ് കൺട്രോളിൻ്റെ കാര്യത്തിൽ അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഏത് ബ്രേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ക്രൂസ് കൺട്രോൾ ഓഫ് ആവുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ക്രൂസ് കൺട്രോൾ ഓൺ എന്ന് കാണിക്കും. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുക അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും ഒരു സഡൻ മൂവ്മെൻറ്റ് ഉണ്ടായ ആ ഒരു ടൈമിൽ തന്നെ നമ്മളൊരു വാഹനം ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ ഓഫ് ആക്കുന്നതായിരിക്കും. നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം റേഞ്ചും കാര്യമുണ്ട്. ഒരു 160 കിലോമീറ്റർ വരെയൊക്കെ ഈ ഒരു വാഹനം ഫുൾ ചാർജിൽ എക്കോ മോഡിലൊക്കെ പോകുന്നതായിരിക്കും. ഇപ്പോൾ നോർമലി ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 80-60 കിലോമീറ്ററൊക്കെയാണ് ടോട്ടൽ ഫുൾ ചാർജിലൊക്കെ പോകുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഓലക്കൊക്കെ റേഞ്ച് അത്യാവശ്യമുണ്ട്. ഇപ്പോൾ പുതിയ ഏത്തർ അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ 200-250 വരെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേഷനോട് കൂടിയിട്ട് റേഞ്ചും കാര്യങ്ങളൊക്കെ 250-300 വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ പുതിയ ഇറങ്ങുന്ന സ്കൂട്ടേഴ്സിനൊക്കെ മോഡൽസിനൊക്കെ ഒരു മോഡൽ വണ്ടികൾക്കൊക്കെ ഏകദേശം ഒരു 250-300 വരെയൊക്കെ കിലോമീറ്റർ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ പക്ക കംഫർട്ടബിൾ റൈഡ് ഈ ഒരു വാഹനം തരും. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഏകദേശം വരുന്നത് 8 years ഓഫ് വാറണ്ടി ബാറ്ററിക്ക് നൽകുന്നുണ്ട് ഓല. നമ്മൾ ഈ ഒരു വാഹനത്തിന് ഏറ്റവും പീക്ക് പവർ എന്നുള്ളത് 7 kW എന്നുള്ളതാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോർക്കും നമ്മളൊന്നും ഈ വാഹനത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ ഒരു 1,30,000 അല്ലെങ്കിൽ 1,25,000 റേഞ്ചിലൊക്കെ ഒരു ബെസ്റ്റ് സ്കൂട്ടർ EV സ്കൂട്ടറായിട്ട് തന്നെ ഈ ഒരു ഓല X1Xനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ നമ്പർ 1 EV സ്കൂട്ടർ സെയിലിംഗ് ഇപ്പോൾ ഓലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഗൈസ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം പോരായ്മകളൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഓല ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓല S1X കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഓടിച്ച ടൈമിലാണ് നല്ല റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരുന്ന വാഹനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ബാറ്ററി റേഞ്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ പോരായ്മകളൊന്നും പറയാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം ലെവലിലുള്ള പെർഫോമൻസ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ബഡ്ജറ്റ് EV സ്കൂട്ടർ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ചും കൂടി പ്രൈസൊക്കെ ഉണ്ടെങ്കിൽ S1 Pro ഒക്കെ എടുക്കാൻ പറ്റും. അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി പവർഫുള്ളായുള്ള മോട്ടറാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് S1 Pro എന്നുള്ള വേരിയൻറ്റിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു S1X ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു 60-70 പോകുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ലീനിയറായിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മേലെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. യാത്ര സുഖമൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ റൈഡാണ് നമുക്ക് തരുന്നത്. അധികം പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആദ്യ കാലത്തൊക്കെ ഇറങ്ങിയിരുന്ന ഓലയുടെ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യുമ്പോൾ വളരെ മോശം സർവീസ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത്രമാത്രം കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ഓലേൻ്റെ നാട്ടിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ ഓലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സർവീസ് 5000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴൊക്കെയാണ് സർവീസ് ചെയ്യാറ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സർവീസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഓല S1X എന്നുള്ള ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ബെസ്റ്റ് EV സ്കൂട്ടർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഒരു വാഹനത്തിനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ റൈഡിങ് കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത അധികം പോരായ്മകളൊന്നും പറയാൻ പറ്റാത്ത ഒരു റൈഡിങ് കംഫോർട്ടിൻ്റെ ഈ വാഹനത്തിൻ്റെ പുറത്തുണ്ട്. അതായത് ഒരു 60-70 പോകുകയാണെങ്കിൽ നല്ല റൈഡിങ് കംഫോർട്ടാണ് ഈ ഒരു വാഹനം എനിക്ക് തരുന്നത്. അതേപോലെ തന്നെ പിന്നെ എടുത്ത് പറയാൻ എന്താ വെച്ചാൽ ഓല എന്നുള്ള ഒരു ഫിനിഷിങ്ങും ഈ ഒരു ലുക്കും ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഉള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഈ ഒരു ഓലയുടെയാണ്. അപ്പം മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിനെ പൊക്കി പറയുന്നില്ല, പോരായ്മകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് സർവീസ് സെൻറ്ററിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഒരുവിധമുള്ള എല്ലാ യൂസേഴ്സും പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ട് എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഓലൻ്റെ ഷോറൂമിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് ഓല വാഹനങ്ങളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് EV സ്കൂട്ടേഴ്സ് ഒക്കെ എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സിന് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും സപ്പോർട്ട് ആക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.